ഹായ് ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മ ഗൈസ്, ചിക്കൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ന് നമ്മൾ എന്തെങ്കിലും കുക്കിംഗ് വീഡിയോ ആയിരിക്കും. അതെ, നമ്മളിത് ഗ്രില്ലഡ് ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഗ്രില്ലഡോ അൽഫാമാണ്, എന്ത് വേണമെങ്കിലും പറയാം. അപ്പം നമുക്ക് നേരെ മാരിനേഷനിൽ പോവാം. ഇപ്പം നമ്മൾ എങ്ങോട്ടാ വെച്ചാൽ നമുക്ക് ഫസ്റ്റ് വേണ്ടത് ചിക്കൻ വേണം. ചിക്കൻ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഗ്രില്ല് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അൽഫാം വെക്കാനുള്ള ഗ്രില്ല് വെക്കാനുള്ള ഒരു ബോക്സ് വരെയുള്ള സംഭവമല്ലേ അത്. ഈ 3 സംഭവങ്ങൾ സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യും, വീഡിയോ ചെയ്യലും ടാസ്ക് ആണ്. കാരണം ഗിയർ മാറ്റലും വണ്ടി ഓടിക്കലും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഗൈസ്. അപ്പം നമുക്ക് ഗ്രില്ലും മറ്റേ പാത്രമല്ല മറ്റേ എന്താ പറയില്ലേ ഗ്രില്ല് വെക്കണ കനലുള്ള സാധനം. അപ്പം ഇനി നമുക്ക് വേണ്ടത് ചിക്കൻ വേണം, പിന്നെ മറ്റേ കരി. ഇത് രണ്ടുമാണ്. ചിക്കൻ ടാസ്ക് ഇല്ല, സെറ്റ് ആകും. പക്ഷെ ആ കരിയുടെ കടന്ന് ഒന്നിട്ടുണ്ടോ അറിയില്ല. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഇതാണ് തറവാടിൻ്റെ കോലൊക്കെ വളരെ സീനാണ്. അപ്പം നമുക്കിനി ചിക്കനോ അല്ലെങ്കിൽ കരിയോ വാങ്ങാൻ പോകട്ടോ ഗൈസ്. അപ്പം ചിക്കൻ കട എത്തിയിട്ടുണ്ട്. ഇനി ചിക്കൻ വാങ്ങട്ടോ. നമ്മൾ ചിക്കൻ ഫുള്ളായിട്ടാണ് മേടിക്കുന്നത്. കാരണം വീട്ടിൽ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള പീസിനെ വെട്ടാലോ മറ്റേ കടന്നാക്കി കഴിഞ്ഞാൽ എന്ത് രസമല്ലേ. അപ്പം ചിക്കൻ ഇതാ. ഇനി മറ്റേ കരി അത് എവിടെ നിന്ന് വാങ്ങണമെന്ന് പോലും എനിക്കറിയില്ല. എന്തായാലും വണ്ടി എടുത്ത് പോവാം. കിട്ടുമോ അറിയാം. കിട്ടിയിട്ടില്ലെങ്കിൽ വേറെ വല്ലതും വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അല്ലാണ്ട് ഇപ്പം വേറെ എന്ത് ചെയ്യാനോ ഗൈസ്. വണ്ടീനെ അവിടെ നിർത്തി. ഇവിടെ എവിടെ ഒരു കട ഉണ്ടെന്ന് ഒരു ചേട്ടൻ പറഞ്ഞു. ഇതാണെങ്കിലോ ഞാൻ ഇത് കൂടെ ഇട്ട് കയറുമത്. അവിടെ ഫുള്ള് വണ്ടികളും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് പോയി നോക്കാം. ഇത് കൂടെ ഇവിടെ ചേട്ടൻ പറഞ്ഞ സ്ഥലത്ത് ഇവിടെ കട പോയിട്ട് ഒരു പോലുണ്ട്. നോക്കട്ടെ. ബോർഡൊക്കെ ഉണ്ട് ഇവിടെ, പക്ഷേ ഇവിടെ കടല്ല. നോക്കട്ടെ കേട്ടോ ഗൈസ്. സാധനം കിട്ടി. ഇവിടെ ഈ സംഭവം കിട്ടുന്ന കടയിൽ ഇതില്ല. പക്ഷേ ഒരു എന്തോ ബേഡ്സിൻ്റെ എന്തോ കടയിൽ ഇവിടുത്തെ ഒരു ചേട്ടൻ ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് കുറച്ചൊക്കെ പറയും ഇത് മേടിച്ച്. അപ്പോൾ സാധനം സെറ്റായി. ഇപ്പം ഇനി എല്ലാം സെറ്റായി. പിന്നെ ഇതിൻ്റെ മറ്റേ ഉള്ളി സാധനങ്ങളൊക്കെ വീട്ടിലുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇനി വണ്ടി എടുക്കുക, നേരെ വീട്ടിൽ പോവാം. ഇത് കഴിഞ്ഞിട്ട് എനിക്കൊരു ഹൗസ് വാമിങ് ഉണ്ട്. പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിന് പോകണം. അതിന് പോക്ക് നടക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഒരു തൊയിലല്ല, അതാ ഈ കോളല്ല കടയിൽ വെച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ കീഴ്ത്തിട്ട് നേരെ വീട്ടിൽ പോട്ടെ കേട്ടോ ഗൈസ്. മാരിനേഷന് മുന്നേ നമുക്ക് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം കേട്ടോ. ഇവിടെ മസാല ഉണ്ടാക്കിയിട്ടുണ്ട്. അമ്മ, മസാലയിൽ എന്തൊക്കെയുള്ളത്? ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഗരം മസാല, അതേപോലെ മല്ലിയില, തൈര്, കുരുമുളക്, പെരിഞ്ചീരകം പൊടി. അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതിൽ ചെറുതായിട്ട് ലൈനൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഗൈസ്, അപ്പോൾ മാരിനേഷനൊക്കെ ഏകദേശം കഴിയാനായി. അപ്പം ഇനി ഇത് നമുക്കൊരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ഒരു ഹൗസ് വാമിങ്, ഞാൻ അതിന് പോട്ടെ. അപ്പം നമുക്ക് ഞാൻ എന്തായാലും ഇത് റെസ്റ്റ് ചെയ്തിട്ടെ. പിന്നെ ഇപ്പോൾ അച്ഛനിപ്പോൾ വീട്ടില്ല. അപ്പോൾ അച്ഛൻ വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ സെറ്റ് ചെയ്യും. അപ്പം നമുക്ക് ഇത് നേരെ ഫ്രിഡ്ജിലോട്ട് വെക്കാം കേട്ടോ. അപ്പം തരാം ഗൈസ്. അപ്പോൾ കനൽ ഇവിടെ മൊത്തം സെറ്റായി. ഇതുമ്മ കൂടെ ഇനി പീസ് വെച്ചിട്ട് നേരെ ഇതിലോട്ട് വെക്കാം. അപ്പോൾ ഇനി ഇതിവിടെ ഇരുന്നിട്ട് വേവട്ടെ. തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് വേവിക്കാം. ഗൈസ്, ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് നോക്കാം. ഒരു സൈഡ് കുറച്ചൊക്കെ നല്ല മരുന്നിനെ വന്നിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ വേവിക്കാം ഗൈസ്. കുറേ നേരമായിട്ട് ഇതവിടെ ഇങ്ങനെ ആക്കിക്കോണം. ഇനി അത് ഇരുന്ന് കഴിഞ്ഞാൽ നല്ല കരിഞ്ഞ് കൈക്കുറ്റാവും. നമുക്ക് അതിന് മുന്നേ സാധനം വേറൊരു പാത്രത്തിലോട്ടാക്കാം കേട്ടോ. ആകാമ അമ്മേനെ കാണിക്കാം കേട്ടോ. അമ്മേനെ കാണിച്ചെടുക്കാം. ഒരു വട്ടം കാണിച്ചു കൂടാ മതി. നമുക്ക് ഈ സെറ്റ് പൊരിക്കട്ടോ. പൊരിക്കല്ല, ഗ്രില്ല് ചെയ്യാം. ഓക്കെ, സെറ്റ്. ഇത് തല തിരിച്ചിട്ടാണ് വെക്കേണ്ടത്. അവിടെ ഇരുന്നാവട്ടെ കേട്ടോ.
ഗൈസ് ഏറെ നേരെ ടാസ്ക് കൊണ്ട് സാധനം റെഡി ചെയ്തപ്പോഴേക്ക് ഓരോരുത്തർ കഴിക്കൽ തുടങ്ങി. അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി പൊറോട്ട, നല്ലൊരു പീസ്, പിന്നെ കുറച്ച് മയോണൈസ്, അതോ മയോണൈസ് കൂടെ വേറെ ഉണ്ട്. അത് കുഴപ്പമില്ല, എന്തായാലും തിന്നാനുള്ള തന്നെയല്ലേ. ഞാൻ കണ്ടില്ല. നമ്മളത് പൊട്ട്. ഓക്കെ, താങ്ക് യു. സാധനമൊന്നും വെന്തിട്ടില്ല എന്ന് ആരും പറയണ്ട. നല്ല സോഫ്റ്റായിട്ട് വന്നു. വേർത്ത് കുളിച്ചു കേട്ടോ. അമ്മ വേണ്ട നമ്മളെ ഫ്ലേവർ. അച്ഛൻ ഭയങ്കര വർക്കശീലം കേട്ടോ. ഇവിടെ നല്ല പൊടി. അപ്പോൾ അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. ഇനി ഇതൊക്കെ ഒന്ന് ഫിനിഷ് ആക്കട്ടെ. ഇനി ഒന്നും കൂടി പീസ് കഴിഞ്ഞാൽ ഗൈസ് ഒന്നിൻ്റെ കാര്യം തീരുമാനമായി കൊണ്ടോ. നമുക്ക് അടുത്തായിട്ട് സാധനം നൈസാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യാം, മസ്റ്റ് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ എന്തായാലും ഇത്രത്തോളൂ. അമ്മ ഒരു ആരും എടുത്തേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ടാറ്റാ ബൈ ബൈ.